all, welcome back. ഇനി നമുക്ക് exercise 5.2 question number 5 തൊട്ട് നോക്കാം. Differentiate the function with respect to x. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ with respect to x ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷൻ u by v ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കോഷ്യന്റ് റൂൾ അറിയാം അല്ലേ? കോഷ്യന്റ് റൂൾ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ u by v ഹോൾ ഡാഷ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു u ഡാഷ് v മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങൾ യു ഡാഷും വി ഡാഷും ഒക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ചെയ്യാം. ഇവിടെ യു എന്ന് പറയുന്നത് സൈൻ എ എക്സ് പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ യു ഡാഷ് എന്തായിരിക്കും? എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, സൈനും ഉണ്ട് എ എക്സ് പ്ലസ് ബി ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ സൈൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ് അല്ലേ? ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് എ എക്സ് പ്ലസ് ബി ആണ്, ഈ എക്സിൻ്റെ ഭാഗത്ത് അപ്പോൾ എ എക്സ് പ്ലസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കോസ് എ എക്സ് പ്ലസ് ബി ഇൻ ടു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ കണ്ടു, അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കാണുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു കോസ് എ എക്സ് പ്ലസ് ബി ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് എന്താണ്? ദറ്റ് ഇസ് എ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ദറ്റ് ഇസ് എ കോസ് എ എക്സ് പ്ലസ് ബി. ഇതാണ് നമ്മുടെ യു ഡാഷ് അല്ലേ? എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി, ദറ്റ് ഇസ് യു ഡാഷ്. ഇനി നിങ്ങൾ വി ഡാഷ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് കോസ് സി എക്സ് പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് എന്തായിരിക്കും? എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ കോസ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ എന്ന് വരും, എക്സിൻ്റെ ഭാഗത്ത് സി എക്സ് പ്ലസ് ഡി. അപ്പോൾ മൈനസ് സൈൻ എക്സ് ആയി ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് സി എക്സ് പ്ലസ് ഡി. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് സി എക്സ് ഇസ് സി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സി ഇൻ ടു സൈൻ സി എക്സ് പ്ലസ് ഡി. ഇനി ജസ്റ്റ് യു ഡാഷും വി ഡാഷും ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇസ് എ കോസ് എ എക്സ് പ്ലസ് ബി ഇൻ ടു വി ഇസ് കോസ് സി എക്സ് പ്ലസ് ഡി മൈനസ് യു ഇസ് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻ ടു വി ഡാഷ് ഇസ് മൈനസ് സി ഇൻ ടു സൈൻ സി എക്സ് പ്ലസ് ഡി അല്ലേ? ബൈ വി സ്ക്വയർ. അപ്പോൾ വി ഇസ് ദിസ് വൺ. അപ്പോൾ കോസ് സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മൈനസും മൈനസും പ്ലസ് ആവും. ഇപ്പോൾ ഇവിടെ എഴുതാണ് പ്ലസ്. അപ്പോൾ നമുക്ക് എ സ്ക്വയറിനെ എ ഇൻറ്റു എ എന്ന് എഴുതാലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കോസ് സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയറിനെ കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം അല്ലേ? അപ്പം ഇതിനെ നമുക്ക് ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എ കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി ബൈ കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു cos cx plus d plus sin ax plus b into c into sin cx plus d by cos cx plus d into cos cx plus d എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ കോസ് സി എക്സ് പ്ലസ് ഡി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ ഉള്ളത് എ ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി ബൈ ദിസ് വൺ കോസ് സി എക്സ് പ്ലസ് ഡി ആണ്.
അപ്പൊ നമുക്കറിയാം 1/cos(cx+d) എന്താ? നമുക്കറിയാം 1/cos(x) = sec(x) അല്ലെ? അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? sec(cx+d) എന്ന് എഴുതാം. ഈ 1/cos(cx+d)ക്ക് പകരം നമ്മൾ എഴുതാണ് sec(cx+d). ഓക്കെ ആണല്ലോ? പ്ലസ് അപ്പൊ നമുക്കറിയണതാണ് sin x/cos x = tan x അല്ലെ? ഇവിടെ ഈ എക്സിന്റെ ഭാഗത്ത് ഉള്ളത് cx+d ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? tan cx+d എന്ന് എഴുതാം. അപ്പൊ ഞാൻ എഴുതാണ് sin ax+b into c into ഇതിന് പകരം tan cx+d. ഓക്കെ, ഡിവൈഡഡ് ബൈ ദിസ് cos cx+d ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം 1/cos cx+d എന്താണ്? sec cx+d ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് പകരം എന്തെഴുതാം? sec cx+d എന്ന് എഴുതാം. ഇവിടെ ഇൻറ്റു sec cx+d എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കുക. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ cos x³ into sin square x⁵5 ആണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ u into v ഫോർമാറ്റിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ u into v ഹോൾ ഡാഷ് എന്താണ്? ദാറ്റ് ഇസ് u'(v) പ്ലസ് uv'. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ u'-ഉം v' ഒക്കെ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് cos x³ ആണ്. അങ്ങനെയാണെങ്കിൽ u' എന്തായിരിക്കും? നമ്മൾ കുറേ വട്ടം ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് ഓഫ് കോസ് കാണാം. നമുക്കറിയാം ദാറ്റ് ഇസ് -sin x. ഇവിടെ ഈ എക്സിന്റെ ഭാഗത്ത് x³ ആണ്. ഈ എക്സിന്റെ ഭാഗത്ത് x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ -sin x³ ഇൻറ്റു എന്ത് ചെയ്യണം? ഈ x³ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ? d/dx ഓഫ് x³ കൂടി കാണണം. അപ്പൊ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് x³ ഇസ് 3x². അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 3x² എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ u' എന്താണ്? ദാറ്റ് ഇസ് -3x² ഇൻറ്റു sin x³ ആണ്. ഇതാണ് നമ്മുടെ u'. ഇനി v' കണ്ടുപിടിക്കാം. ഇവിടെ v എന്ന് പറയുന്നത് sin square x⁵5 ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ? sin x⁵5 ഹോൾ സ്ക്വയർ അല്ലെ? sin square x⁵5നെ നമുക്ക് sin x⁵5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടി ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. v' കണ്ടുപിടിക്കാം. ഇവിടെ 3 ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് x² അല്ലെ? x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ x എന്ന് വിചാരിക്കുക. അപ്പൊ x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ എക്സിന്റെ ഭാഗത്ത് എന്താ ഉള്ളത്? sin x⁵5 ആണ് ഉള്ളത്. പിന്നെ ഇവിടെയുള്ള ഫംഗ്ഷൻ എന്താണ്? സൈൻ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ x⁵5 ഉണ്ട്. ഇങ്ങനത്തെ 3 ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് x² ഇസ് 2x അല്ലെ? അപ്പൊ ഈ എക്സിന്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? sin x⁵5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? v' എന്താണ്? ദാറ്റ് ഇസ് 2 times sin x⁵5 ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? ഈ സൈൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് sin x ഇസ് cos x അല്ലെ? ഇവിടെ ഈ എക്സിന്റെ ഭാഗത്ത് x⁵5 ആണ്. ഈ എക്സിന്റെ ഭാഗത്ത് എന്ത് വരും? x⁵5 ആണ് വരിക. cos x⁵5. ഇനി എന്ത് ചെയ്യണം? ഈ x⁵5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് x⁵5 എന്താണ്? ദാറ്റ് ഇസ് 5x⁴ അല്ലെ? നിങ്ങൾക്ക് അറിയണതാണ് ഡെറിവേറ്റീവ് ഓഫ് x⁻n എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു n(x⁻n-1). ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് x⁵5 എന്തായിരിക്കും? ഈ n-ന്റെ പ്ലേസിലൊക്കെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 5x⁴. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് നമ്മുടെ v'. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 × 5 എന്താണ്? 10 ആണ്. അപ്പൊ 10x⁴ ഇൻറ്റു sin x⁵5 ഇൻറ്റു cos x⁵5 ആണ് നമ്മുടെ v'.
ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി യു ഡാഷും വി ഡാഷും ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ യു ഡാഷ് എന്ന് പറയുന്നത് -3x² ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ആണ് ഇൻറ്റു വി. വി ഇസ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 അല്ലേ, പ്ലസ് യു എന്താണ് കോസ് എക്സ് ക്യൂബ് ആണ് ഇൻറ്റു വി ഡാഷ് ഇസ് ദിസ് വൺ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ മൈനസ് ഉള്ള കാരണം നമുക്ക് ഈ പോസിറ്റീവ് ടേമിനെ ഫസ്റ്റ് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ടേം ആണ് എഴുതണത്. 10x⁴ ഇൻറ്റു സൈൻ x⁵ ഇൻറ്റു കോസ് x⁵ ഇൻറ്റു കോസ് എക്സ് ക്യൂബ്, ഇവിടെ മൈനസ് ആണ് അതുകൊണ്ട് -3x² ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ x⁵. ഇതാണ് നമ്മുടെ ആൻസർ. ഇപ്പം നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കുക. 2 ഇൻറ്റു √ഓഫ് കോട്ട് x². ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ 2x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, 2 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയണതാണ് ഈ ഫംഗ്ഷൻ. പിന്നെ ഉള്ളതാണ് ഈ റൂട്ട് അല്ലേ, √x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് കോട്ട് x² ആണ്. പിന്നെ ഉള്ളത് കോട്ട് ഫംഗ്ഷൻ, കോട്ട് എക്സ് ഉണ്ട്. ഇവിടുത്തെ എക്സ് എന്താണ് x². പിന്നെ ഉള്ളത് x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പം ഇങ്ങനത്തെ 4 ഫംഗ്ഷനാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2x എന്താണ്, ദറ്റ് ഇസ് 2 അല്ലേ. d/dx ഓഫ് 2x എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, 2നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു d/dx ഓഫ് എക്സ് എന്ന് കിട്ടും. ദറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1, ദറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2x ഇസ് 2. അപ്പോൾ ഇവിടെ dy/dx കാണുമ്പോൾ ഫസ്റ്റിന് 2 വരും. ഇപ്പം ഇയാളുടെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ √x കേസ് നോക്കാം. √x അല്ലേ, ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് കോട്ട് x² ആണ് ഉള്ളത്. അപ്പം നമുക്കറിയാം ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് 1/2√x. ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് എന്ത് വരും, കോട്ട് x² ആണ് വരിക. ഇവിടെ എഴുതാണ് 1/2√x ഭാഗത്ത് കോട്ട് x². ഓക്കെ, ഇൻറ്റു ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്താ, ദാറ്റ് ഇസ് -cosec²x. ഇവിടെ ഈ എക്സിൻ്റെ ഭാഗത്ത് x² ആണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും, x² എന്ന് വരും. ഇവിടെ എഴുതാണ് -cosec²x². ഓക്കെ, ഇൻറ്റു ഇനി എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് ഓഫ് x² കാണാം, ദാറ്റ് ഇസ് 2x. ഇവിടെ വരും 2x ഇൻറ്റു 2x എന്ന് എഴുതാണ്. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, -cosec²x² ഇൻറ്റു 2x ബൈ √cot x². ഇതാണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കുക, നല്ല ഈസിയാണ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോസ് √x. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് നമുക്കറിയാം -sin x ആണ്. ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് √x ആണ്. അപ്പോൾ -sin √x എന്ന് കിട്ടി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √x കാണാം. ഡെറിവേറ്റീവ് ഓഫ് √x എന്താ, 1/2√x ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. Prove that the function f of x equals mod x minus 1 where x belongs to R is not differentiable at x equals 1. ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് കാട്ടിയാൽ മതി. അപ്പം നമുക്ക് ചെയ്യാം. നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, ദറ്റ് ഇസ് mod x minus 1 അല്ലേ. അപ്പം നമുക്കറിയാം mod x is -x when x is less than 0 and positive x when x is greater than or equal to 0. ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ x-1 ആണ്, അത് മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിലൊക്കെ x-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ എക്സ് കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ x-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് mod x-1 കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ x-1 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എന്തായിരിക്കും, എക്സ് ലെസ് ദാൻ ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ 1 ആയി മാറും അല്ലേ.
ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇവിടെ എഴുതാണ് എക്സ് ലെസ് ദാൻ 1. ഇനി എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അപ്പം ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പം അതിൻ്റെ ഫോർമുല എന്താണ്? ദാറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് ഹെച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് ഹെച്ച് ആണ്. ഇവിടെ എയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ എ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ 1-നെക്കാട്ടും ചെറിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആണ്. എഫ് ഓഫ് എക്സ് ഇസ് മൈനസ് എക്സ് മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 മൈനസ് ഹെച്ചും എഫ് ഓഫ് 1 നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് 1 മൈനസ് ഹെച്ച് എന്തായിരിക്കും? ഈ എക്സിൻ്റെ ഭാഗത്ത് 1 മൈനസ് ഹെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓഫ് 1 മൈനസ് ഹെച്ച് മൈനസ് 1. അപ്പോൾ ഈ മൈനസ് 1ഉം പോസിറ്റീവ് 1ഉം ക്യാൻസൽ ആവും. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഹെച്ച് എന്താണ്? പോസിറ്റീവ് ഹെച്ച് ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടി? നമുക്ക് എച്ച് ആണ് കിട്ടിയത്. ഇനി എഫ് ഓഫ് 1 എന്താ? ഈ എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഓഫ് 1 മൈനസ് 1. അപ്പോൾ 1 മൈനസ് 1 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ഇസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് h ഇസ് പോസിറ്റീവ് h മൈനസ് എഫ് ഓഫ് 1 ഇസ് 0 ബൈ മൈനസ് h. അപ്പോൾ h മൈനസ് 0 ഇസ് h. ഇവിടെ ഹെച്ചും ക്യാൻസൽ ആവും. ഇവിടെ ഉള്ളത് എന്താണ്? മൈനസ് 1 ആണ്. ഇവിടെ ഉള്ളത് മൈനസ് 1 ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് മൈനസ് 1 എന്താ? മൈനസ് 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് മൈനസ് 1 ആണ് കിട്ടിയത്. ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം. അതെന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് ഹെച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ പോസിറ്റീവ് ഹെച്ച് ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എയുടെ പ്ലേസിലൊക്കെ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ 1ൻ്റെ റൈറ്റിൽ, ഇതാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ 1ൻ്റെ റൈറ്റിലൊക്കെ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് 1 ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 പ്ലസ് ഹെച്ച് എന്തായിരിക്കും? ഈ എക്സിൻ്റെ പ്ലേസിൽ 1 പ്ലസ് ഹെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് ഹെച്ച് മൈനസ് 1. ഈ മൈനസ് 1ഉം പോസിറ്റീവ് 1ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് എച്ച് ആണ് കിട്ടുക. എഫ് ഓഫ് 1 എന്താണ്? ഈ എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 1 ദാറ്റ് ഇസ് 0. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് ഹെച്ച് ഇസ് പോസിറ്റീവ് h മൈനസ് എഫ് ഓഫ് 1 ഇസ് 0 ബൈ h അല്ലേ? ഇവിടെ എച്ചും ക്യാൻസൽ ആവും. ഇവിടെ എന്താ വരിക? ലിമിറ്റ് h ടെൻസ് ടു 0 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ മൈനസ് 1 ആണ് കിട്ടിയത്. അപ്പോൾ മൈനസ് 1 ഇസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് ഈക്വൽസ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. സോ given function f of x equals mod x minus 1 is not differentiable at x equals 1. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നല്ല ഈസിയാണ്. എക്സസൈസ് 5.2ത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ f of x equals box x where x lies between 0 and 3 is not differentiable at x equals 1 and 2. ഇപ്പോൾ ഈ രണ്ട് ഇൻറ്റീജർ പോയിന്റ്സിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. ഇത് പറയണേക്കാട്ടും മുമ്പ് നമ്മൾ കണ്ടിന്യൂറ്റീൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആവശ്യം വരുന്നുണ്ട്.
അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, ഇഫ് സി ഇസ് ആൻ ഇൻറ്റീജർ ദെൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് സി എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു സി. ഇത് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സിനെക്കാട്ടും ഒരു ചെറിയ വാല്യൂ എടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സി മൈനസ് എച്ച് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോക്സ് സി മൈനസ് എച്ച് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു സി മൈനസ് 1. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സിനെക്കാട്ടും വലിയൊരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഇതാണ് സി പ്ലസ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് സി പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു സി. ഈ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സസൈസ് 5.1 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇതറിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എടുക്കുകയാണ് എക്സ് ഈക്വൽസ് 1. ഈ എക്സ് ഈക്വൽസ് 1 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a മൈനസ് h മൈനസ് f ഓഫ് a ബൈ മൈനസ് h. ഇവിടെ എയുടെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ എവിടെയൊക്കെ a കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താ? f ഓഫ് എക്സ് ഇസ് ബോക്സ് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ f ഓഫ് 1 മൈനസ് h എന്തായിരിക്കും? f ഓഫ് 1 മൈനസ് h ഇസ് ബോക്സ് 1 മൈനസ് h അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ ഈ സിന്റെ പ്ലേസിൽ 1 ആണ്. ഇവിടെ ബോക്സ് 1 മൈനസ് h എന്താ? എന്ത് ചെയ്യുക? ഈ സിയുടെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 1 ദാറ്റ് ഇസ് 0. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് h എന്താണ്? ദാറ്റ് ഇസ് 0. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് h ഇസ് 0 മൈനസ് എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു ബോക്സ് 1. ഇപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സി ഇസ് 1. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 1 എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് 1 ഇസ് 1 ബൈ മൈനസ് h. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസും മൈനസും ക്യാൻസൽ ആവും. അപ്പോൾ 1 ബൈ h എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇൻഫിനിറ്റി ആണ് കിട്ടുക, ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ല കിട്ടുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a പ്ലസ് h മൈനസ് എഫ് ഓഫ് a ബൈ h അല്ലേ? ഇവിടെ എയുടെ പ്ലേസിലൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് 1 പ്ലസ് h എന്താ? എഫ് ഓഫ് 1 പ്ലസ് h ഇസ് ഈക്വൽ ടു ബോക്സ് 1 പ്ലസ് h. ഇവിടെ ഈ സിയുടെ പ്ലേസിൽ 1 ആണ്. 1 പ്ലസ് h ബോക്സ് 1 പ്ലസ് h എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സിയുടെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് 1 പ്ലസ് h എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് h ഇസ് 1 മൈനസ് എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു ബോക്സ് 1. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 1 എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? ഇവിടെ നോക്കിയേ സിയുടെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ ബോക്സ് സി ഈക്വൽ സി ആയ കാരണം ബോക്സ് 1 ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് 1 ഇസ് 1 ബൈ h. അപ്പോൾ 1 മൈനസ് 1 ഇസ് 0. അപ്പോൾ 0 ബൈ h ഇസ് 0. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് 0 ആണ് കിട്ടിയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. അതുകൊണ്ട് എക്സ് ഈക്വൽസ് 1 നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതേപോലെ തന്നെയാണ് എക്സ് ഈക്വൽസ് 2ൻ്റെ കേസ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം. ദറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എന്താണ്? എക്സ്. ഇവിടെ a 2 ആണ് അല്ലേ? അപ്പോൾ 2 മൈനസ് h മൈനസ് എഫ് ഓഫ് 2 ബൈ മൈനസ് h. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബോക്സ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 2 മൈനസ് h എന്തായിരിക്കും? ദറ്റ് ഇസ് ബോക്സ് 2 മൈനസ് h. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ജസ്റ്റ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ സിയുടെ പ്ലേസിൽ 2 ആണ് അല്ലേ? സിയുടെ പ്ലേസിൽ ഇവിടെ 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1. 2 മൈനസ് 1 ഇസ് 1. അപ്പോൾ എഫ് ഓഫ് 2 മൈനസ് h ഇസ് 1. ഇനി എഫ് ഓഫ് 2 എന്താ? എഫ് ഓഫ് 2 ഈക്വൽസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2.
അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2 എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2. എഫ് ഓഫ് 2 ഇസ് 2. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് h tends to 0, f of 2 minus h is 1 minus f of 2 is 2 by minus h. This is equal to limit h tends to 0. 1 minus 2 is minus 1 by minus h. അപ്പോൾ മൈനസ് ക്യാൻസൽ ആവും, 1 by h എന്ന് വരും. ഇവിടെ എച്ചിനെ നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 by 0 ആണ് വരിക. ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം. ലിമിറ്റ് h ടെൻസ് ടു 0, എഫ് ഓഫ് 2 പ്ലസ് h മൈനസ് എഫ് ഓഫ് 2 ബൈ h. ഇവിടെ എഫ് ഓഫ് 2 പ്ലസ് h എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു ബോക്സ് 2 പ്ലസ് h അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ ഈ സീൻ്റെ പ്ലേസിൽ 2 ആണ് അല്ലേ? അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2 പ്ലസ് h എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2. എഫ് ഓഫ് 2 പ്ലസ് h ഇസ് 2. ഇനി എഫ് ഓഫ് 2 എന്താണ്? എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് h ടെൻസ് ടു 0, 2 മൈനസ് 2 ബൈ h. അപ്പോൾ 2 മൈനസ് 2 ഇസ് 0. അപ്പോൾ 0 ബൈ h ഇസ് 0. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് 0 ആണ് കിട്ടിയത്. അപ്പോൾ എക്സ് ഈക്വൽസ് 2ലും നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 2. ഇപ്പോൾ എക്സസൈസ് 5.2 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.